നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭയിലേക്ക് 4ാം ഘട്ടവും പൂർത്തിയാക്കിയിരിക്കുകയാണ് രാജ്യം. ഇന്ന് 5 മണി വരെ നടന്ന വോട്ടെടുപ്പിൽ 62.31% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. വെസ്റ്റ് ബംഗാളിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 75.66%. ജമ്മുകാശ്മീരിൽ 35.75% പോളിംഗ് നടന്നു. 4ാം ഘട്ടം പൂർത്തിയായതോടെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലെ 379 സീറ്റുകളിലേക്കുള്ള വിധിയെഴുത്താണ് പൂർത്തിയായത്. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യവും മോദിയുടെ റിട്ടയർമെന്റും ഒക്കെയാണ് 4ാം ഘട്ടം അവസാന ദിവസങ്ങളിൽ ചർച്ചയായത്. എന്തായാലും എങ്ങനെയാകും ഫലം, 4ാം ഘട്ട ഫലം നിർണായകമാവുക? ആന്ധ്രയിലെയും തെലങ്കാനയിലെയും മുഴുവൻ സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ തെക്കാധിപത്യം ആർക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ഞങ്ങളുടെ ഇലക്ഷൻ അനലിസ്റ്റ് മനു ഭരത്തുമുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. അപ്പോൾ മനു, 4ാം ഘട്ടവും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി 3 ഘട്ടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ മനുവിലേക്ക് എത്താം, വിശകലനങ്ങളിലേക്ക് എത്താം. 4ാം ഘട്ടം വോട്ട് ചെയ്തത് 96 മണ്ഡലങ്ങളാണ്. ആകെ സ്ഥാനാർത്ഥികൾ 1717 പേരായിരുന്നു 4ാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആന്ധ്രാപ്രദേശിൽ 25 മണ്ഡലങ്ങൾ, ബീഹാറിൽ 5 മണ്ഡലം, ജമ്മു ആൻഡ് കാശ്മീർ 1 സീറ്റിലേക്ക്, മധ്യപ്രദേശിൽ 8, പശ്ചിമ ബംഗാളിൽ 8, തെലങ്കാനയിൽ 17, മഹാരാഷ്ട്രയിൽ 11, ഉത്തർപ്രദേശിൽ 13, ഝാർഖണ്ഡിൽ 4, ഒഡീഷയിൽ 4 എന്നിങ്ങനെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളുടെ കണക്ക് നമുക്കുള്ളത്. അഖിലേഷ് യാദവും ഒപ്പം മഹുവ മൈത്രയും ഒക്കെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായിരുന്നു. എന്തായാലും വലിയ അങ്ങിഞ്ഞ ചില പ്രശ്നങ്ങൾ ബംഗാളിലൊക്കെ ഉണ്ടെങ്കിലും വലിയ അനിഷ്ട സംഭവങ്ങളില്ലാതെ 4ാം ഘട്ടം കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് മനു 4ാം ഘട്ടത്തെ കാണുന്നത്? വളരെ നിർണായകമായ ഒരു ഘട്ടമായിട്ട് 3ാം ഘട്ടത്തെ നമ്മൾ കണ്ടിരുന്നു. 4ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 96 സീറ്റ്. കഴിഞ്ഞ തവണ BJPക്ക് 42 സീറ്റ് കിട്ടിയതാണ് ഈ ഇടങ്ങൾ, ഈ 96 സീറ്റ്. അവിടെ ഒരു മേധാവിത്വം ഇക്കുറി ഉറപ്പിക്കുക BJP സംബന്ധിച്ച് സാധ്യമാകുമോ? ഈ തെരഞ്ഞെടുപ്പിൽ ഈ 4ാം ഘട്ടത്തിൽ ഒരു കുറച്ച് സന്തോഷകരം അല്ലെങ്കിൽ ആശ്വാസകരം എന്നൊക്കെ പറയാവുന്നത് ഈ പോൾ പെർസെൻറ്റേജ് കുറച്ചുകൂടി മെച്ചപ്പെടും എന്നതായിരുന്നു. കാരണം 1ാം ഘട്ടത്തിൽ നമുക്കൊരു 66.14% വോട്ടുണ്ടായിരുന്നു പേരാണ് വോട്ട് ചെയ്തത്. അത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവായിരുന്നു. 69.9% ആളുകൾ ആ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 2019 വോട്ട് ചെയ്തപ്പോൾ ഇത്തവണ അത് 66ലേക്ക് ചുരുങ്ങി. 2ാം ഘട്ടവും സമാനമായൊരു കുറവ്, ഏതാണ്ട് 3% കുറവ് കണ്ടു. കാരണം 66.7% പേരാണ് 2ാം ഘട്ടത്തിൽ വോട്ട് ചെയ്തത്. അത് കഴിഞ്ഞ തവണ അത് 69.64 ആയിരുന്നു. 3ാം ഘട്ടത്തിലും ഒരു 1.3% ഒരു കുറവ് വന്നിട്ടുണ്ട്. അതായത് ഈ തവണ പോളിംഗ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ 68% പേർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം 66.1%, 2ാം ഘട്ടത്തിൽ 66.7%, 3ാം ഘട്ടം 65%. ഈ 2 ഘട്ടത്തെക്കാളും കുറവായിരുന്നു. 4ാം ഘട്ടം 5 മണി വരെയുള്ളത് 62 ആവുമ്പോൾ മനു പറയുന്നത് അതിന് രണ്ടിനെയും കടക്കും ഈ ഘട്ടം എന്നതാണ്. കഴിഞ്ഞ വർഷം ആ മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിനോട് താരതമ്യം ചെയ്താണ് നമ്മൾ ഇതിൻ്റെ വർധനവ് ഉണ്ടാകും എന്ന് പറയുന്നത്. ഏതായാലും സ്വാഭാവികമായും ഇത് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു 75% ആളുകൾ വരെ 5 മണിയാകുമ്പോഴേക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആന്ധ്രാപ്രദേശിലും നല്ല വോട്ട് 68.12 വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുഴുവൻ കണക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നാണ്. മധ്യപ്രദേശിലും 68.7% ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു. ഒഡീഷയിൽ 63%. ജമ്മു കാശ്മീരിൽ നമ്മൾ എല്ലാ ഘട്ടത്തിലും കാണുന്നത് പോലെ വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ്. 36.58% പേർ മാത്രമേ ഇത്തവണ വോട്ട് ചെയ്തിട്ടുള്ളൂ.
ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രധാന കാര്യം ചില താരങ്ങൾ ഇന്ന് വോട്ടെടുപ്പിനായി എത്തി എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തി എന്നതൊക്കെ ഒരു കൗതുകമായി പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മുടെ രാജമൗലി അദ്ദേഹത്തിൻ്റെ വോട്ട് ഇന്ന് രേഖപ്പെടുത്തി. അല്ലു അർജുൻ, ചിരഞ്ജീവി, ജൂനിയർ NTR ഒക്കെ ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകകരമായ കാര്യമാണ്. അതേസമയം രേണുക സൂചിപ്പിച്ചതുപോലെ പശ്ചിമ ബംഗാളിൽ പലയിടത്തും ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അത് സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾ പശ്ചിമ ബംഗാളിൽ ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ മുൻകൂട്ടി ഇലക്ഷൻ കമ്മീഷൻ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എങ്കിലും ഈ മുർഷിദാബാദ് ജില്ലയിൽ അവിടെ ഈ തൃണമൂൽ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ പശ്ചിമ ബംഗാളിൽ കൃഷ്ണനഗറിലും ഒക്കെ ഇത്തരത്തിലുള്ള പരസ്പര ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ആന്ധ്രയിൽ വലിയ തോതിൽ ഒരു ഏറ്റുമുട്ടലുകൾ ഉണ്ടായി എന്നതാണ്. ഇപ്പോൾ ഗുണ്ടൂരിൽ, അതുപോലെ ബാപ്താലിൽ ഒക്കെ, അതേപോലെ താടിപത്രി, അന്നക്കാപ്പള്ളി, ചേർല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും YSR കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഒരു ശാന്തമായൊരു തെരഞ്ഞെടുപ്പ് എന്ന് പൂർണ്ണമായി വിളിക്കാൻ കഴിയില്ലെങ്കിലും അങ്ങിങ്ങ് ഉള്ള ചില പോരാട്ടങ്ങളാണ് നമുക്ക് ഇന്ന് പ്രധാനമായി കണ്ടത്. ഏതായാലും ഇന്നത്തെ രേണുക സൂചിപ്പിച്ച മറ്റൊരു കാര്യം, വലിയ ചില പ്രമുഖർ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. കനൗജിൽ നിന്ന് അഖിലേഷ് യാദവ് മത്സരിക്കുന്നു. കനൗജ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു ഈ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആശങ്കയ്ക്ക് വഴി നൽകുന്നൊരു മണ്ഡലമായിരുന്നു. കാരണം വളരെ വർഷങ്ങളായി 99 മുതൽ ഈ സമാജ്വാദി പാർട്ടിയുടെ കയ്യിലുള്ളൊരു മണ്ഡലമായിരുന്നു ഈ കനൗജ്. അവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ അഖിലേഷ് മത്സരിച്ചിരുന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ അവിടെ ഡിംപിൾ യാദവ്, അഖിലേഷിൻ്റെ ഭാര്യ, മത്സരിച്ചു. പക്ഷേ 2019 അവിടെ ഈ സുബ്രത് പതക്കിനോട് അവർ ഏറ്റുമുട്ടി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സുബ്രത് പതക് യുവമോർച്ച നേതാവ് എന്ന നിലയിൽ ആദ്യം അദ്ദേഹം 2 തെരഞ്ഞെടുപ്പുകളിൽ 3-ാം സ്ഥാനത്ത് നിന്ന് ആദ്യം 2-ാം സ്ഥാനത്തേക്ക് വരുന്നു, പിന്നീട് മണ്ഡലം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കനൗജിൽ ഇത്തവണ അഖിലേഷ് ജയിക്കുമോ എന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു മണ്ഡലമാണ്. മറ്റൊന്ന് ഈ മഹുവ മൊയ്ത്രയുടെ കൃഷ്ണനഗർ മണ്ഡലം. അവിടെ അവർ കഴിഞ്ഞ തവണ ജയിച്ചതാണ്. ഇത്തവണ BJP ഒരു വലിയ അതിസമ്പന്നയായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കിയിട്ടുണ്ട്, അമൃത റോയ്. അവരെ വിളിക്കുന്നത് തന്നെ ഒരു രാജ്മാത എന്നൊക്കെ ഉള്ള തരത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ കൃഷ്ണനഗർ മണ്ഡലം ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമാണ്. അവിടെ മുമ്പൊരു ചലച്ചിത്ര താരം തപസ് പോളൊക്കെ ജയിച്ച, അല്ലെങ്കിൽ നമ്മുടെ കായിക താരം ജ്യോതിർമയി സിക്കന്ദർ ഒക്കെ അവിടെ നിന്ന് ജയിച്ചു വന്നുകൊണ്ട് ആ മണ്ഡലം പലപ്പോഴും ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. കഴിഞ്ഞ തവണ നമ്മുടെ കല്യാൺ ചോബെ, ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചിരുന്നത്. അവിടെ BJPക്ക് പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് സത്യപാത്ര മുഖർജി അവിടെ നിന്ന് BJP വെസ്റ്റ് ബംഗാൾ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള ഈ സത്യപ്രത മുഖർജി അവിടെ നിന്ന് ജയിച്ചു വരുന്നൊരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു വലിയ മത്സരം ഇത്തവണ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. മറ്റൊന്ന് ഈ അധീർ രഞ്ജൻ ചൗധരി മത്സരിക്കുന്ന ബഹ്റംപൂരിലാണ്. അവിടെ യൂസഫ് പത്താൻ അവസാന നിമിഷം എത്തിയതും ഒക്കെ ഒരു വലിയ വാർത്തയായി വന്നിരുന്നു. അപ്പോൾ 99 മുതൽ അധീർ രഞ്ജൻ ചൗധരി വളരെ ശക്തമായി നിലയുറപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലം. അവിടെ എന്ത് സംഭവിക്കും, വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും വലിയ ജിജ്ഞാസ ഉളവാക്കുന്നതാണ്. പിന്നെ ബേഗുസരായിലാണ് ഗിരിരാജ് സിംഗ്, BJPയുടെ വിവാദ നായകൻ, പലപ്പോഴും പലതരത്തിലുള്ള വിവാദ പ്രസ്താവനകളൊക്കെ നടത്തി വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഗിരിരാജ് സിംഗ് അവിടെ മത്സരിക്കുന്നത്. ഗിരിരാജ് സിംഗിന് സ്വാഭാവികമായും അദ്ദേഹം ഈ വാർത്തകളിലൊക്കെ കോൺട്രവേഴ്സി എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വന്നിട്ടുണ്ടെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹം വലിയൊരു ശക്തനാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം 4 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ബേഗുസരായിൽ നിന്ന് ജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരു മണ്ഡലം എന്ന് അതിനെ വിളിക്കാം. പിന്നെ ഒന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശിലുള്ള കടപ്പയാണ്. കടപ്പയിൽ ഇത്തവണ 2 ബന്ധുക്കൾ തമ്മിലുള്ള മത്സരം. നമുക്കറിയാം, YSRൻ്റെ മകൾ YS ഷർമിള അവിടെ നിന്ന് ഇത്തവണ കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ്. അവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നത് ഒരു വലിയ പ്രധാന വിഷയം. ഒപ്പം തന്നെ YS അവിനാഷ് റെഡ്ഡി, അതും അവരുടെ കസിൻ YS അവിനാഷ് റെഡ്ഡിയും വരുന്നു. സ്വാഭാവികമായും അവിടെ YSR കോൺഗ്രസ്സിന്
വലിയ ശക്തി കേന്ദ്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആദിനാരായണ റെഡ്ഡി കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ചത് 3,80,000 വോട്ടുകൾക്കാണ് വൈഎസ്ആർ. അപ്പോൾ വൈഎസ്ആർ കോൺഗ്രസിൻ്റെ ആ മണ്ഡലത്തിൽ വൈഎസ് ശർമ്മിളയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നത് തീർച്ചയായും അങ്ങനെ നിരവധി മണ്ഡലങ്ങൾ, ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ, പ്രധാനപ്പെട്ട നിരവധി സ്ഥാനാർത്ഥികളൊക്കെ നാലാം ഘട്ടത്തിൻ്റെതായി ഉണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ജോർജ് കള്ളിവയൽ കൂടി ചേരുകയാണ്. ശ്രീ ജോർജ് കള്ളിവയൽ, നാലാം ഘട്ടവും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാലാം ഘട്ടത്തിന്റെ പ്രാധാന്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ബിജെപിക്ക് ഏറ്റവും എളുപ്പം ജയിക്കാവുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടായിരുന്ന മണ്ഡലങ്ങളൊക്കെ കഴിഞ്ഞാണ് നാലാം ഘട്ടത്തിലേക്ക് എത്തുന്നത്. താങ്കൾ എങ്ങനെ നാലാം ഘട്ടത്തെ നോക്കി കാണുന്നു, അതിന്റെ പ്രാധാന്യത്തെ? ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയായ 96 ലോക്സഭാ മണ്ഡലങ്ങളും നമുക്കറിയാം. ആന്ധ്രാപ്രദേശിലെ നിയമസഭയിലേക്കുള്ള 175 സീറ്റിലും പിന്നെ ഒഡീഷയിലെ ഏതാനും സീറ്റുകളിലുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പം സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിലെ വോട്ടെടുപ്പ് പൂർണ്ണമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് ബിജെപിക്ക്, കോൺഗ്രസിനും അല്ല ഇന്ത്യ സഖ്യത്തിനും NDAയ്ക്കും ഒരുപോലെ പ്രതീക്ഷയും ആശങ്കയും നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഈ നാലാം ഘട്ടത്തിൽ എത്തുമ്പോൾ കാണാൻ കഴിയുക. അപ്പോൾ പ്രധാനമായിട്ടും അരവിന്ദ് കേജ്രിവാള് ജാമ്യം നേടി പുറത്തിറങ്ങി പ്രചരണത്തിൽ ഇറങ്ങിയതോടെ ഈ NDA സഖ്യത്തിന് ബാക്കി എന്തെല്ലാം പറഞ്ഞാലും പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വന്നു. പ്രധാനമന്ത്രിയുടെ പ്രായമടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടന്നുകൊണ്ട് ബദൽ ഗ്യാരണ്ടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഇതുവരെയുള്ള നറേറ്റീവ്സിനെ, അതായത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഒരു മേൽക്കൈ നേടിയെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ NDAയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നൊരു പ്രതീതി വളർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നു എന്നതാണ് ഈ നാലാം ഘട്ടം എത്തുമ്പോഴുള്ള പ്രധാന സ്ഥിതിവിശേഷം. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് കർണാടകയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും സീറ്റുകൾ കിട്ടില്ല എന്നതുകൊണ്ടാൽ അവർക്ക് ഉത്തരേന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു നിലയിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജോർജ് കള്ളിവേൽ, അതിൽ ഈ ആം ആദ്മി നേതാവിൻ്റെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹമാണ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല, വയസ്സ് 75 സെപ്റ്റംബറിൽ, സെപ്റ്റംബർ 17 പ്രധാനമന്ത്രിക്ക് 75 വയസ്സാകും, അദ്ദേഹം മാറും, പുതിയ പ്രധാനമന്ത്രി വരും. അങ്ങനെയൊക്കെയുള്ള ഈ പ്രസ്താവനകൾ അത് വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് കരുതാനുണ്ടോ? അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ജാമ്യവും അതേ തുടർന്ന് അദ്ദേഹം ഒരു വലിയ സ്റ്റാർ ക്യാമ്പയിനറായി വരികയൊക്കെ ചെയ്തത്, അത് ഈ മണ്ഡലങ്ങളിൽ എന്തെങ്കിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്ന് കരുതാനുണ്ടോ, പ്രത്യേകിച്ച് ആന്ധ്രയിലും തെലങ്കാനയിലും? ഇത് പ്രധാനമായിട്ട് ഒരു പൊതു സാഹചര്യത്തിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ. അതായത് ഈ നമുക്കറിയാമല്ലോ, നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് 75 വയസ്സ് കഴിഞ്ഞ ശ്രീ LK അഡ്വാനി, മുരളി മനോഹർ ജോഷിയൊക്കെ മാർഗനിർദ്ദേശ മണ്ഡൽ എന്ന് പറഞ്ഞ് ഉപദേശക സമിതി ഉണ്ടാക്കി അവരെ അതിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്ത് അവരെ സൈഡ് ലൈൻ ചെയ്ത് നമ്മൾ കണ്ടു. അതേ 75 വയസ്സാണെന്ന് കാരണം പറഞ്ഞു. ആ 75 വയസ്സ് ഇതുവരെ ആരും വലിയ വിവാദമാക്കിയിരുന്നില്ല. അപ്പോൾ മോഡിക്ക് അടുത്ത വർഷം 75 വയസ്സ് തികയാണ്. അതൊരു മേജർ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് അത് BJP പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് ശ്രീ കേജ്രിവാളിന് കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം, അദ്ദേഹം ഹനുമാൻ ചാലിസ പാടി ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രതിജ്ഞ നടത്തിയാണ് അദ്ദേഹം പോകുന്നത്. അതായത് BJPയെ കടത്തിവെട്ടുന്ന ഹിന്ദുത്വ കളികളിൽ, ഹിന്ദു സിഖ് വോട്ടുകളിലാണ് അദ്ദേഹം 2 സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്തത്. നമുക്കറിയാം, ഗുജറാത്തിൽ അദ്ദേഹം നേരത്തെ മത്സരത്തിന് പോയപ്പോൾ കറൻസി നോട്ടിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രം വേണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, ന്യൂനപക്ഷങ്ങളുമായുള്ള മുസ്ലിം, ക്രിസ്ത്യൻ അടക്കമുള്ള വിഭാഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും അവരുടെ ഏതെങ്കിലും പ്രശ്നത്തിൽ CAA സമരം നടന്നപ്പോഴോ, അവിടെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ അടി നടന്നപ്പോഴോ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അടി നടന്നപ്പോഴോ ഒന്നും അങ്ങോട്ട് പോവുകയോ, അല്ലെങ്കിൽ ഇവിടെ ഒരു കത്തോലിക്ക പള്ളി അടിച്ചു നടന്നപ്പോൾ അത് അങ്ങോട്ടൊന്നും പോകാതെ കൃത്യമായ അകലം പാലിക്കുകയും, അതേസമയം എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും അദ്ദേഹം, പ്രത്യേകിച്ച് ഇവിടെ രാമനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം കൂടുതൽ ഇവിടെ ഹനുമാനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ അജണ്ട തിരിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക മികവുണ്ട്. ഇപ്പൊ പുതിയ അജണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി സിഖ് ഗുരുദ്വാര സന്ദർശിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ലങ്കാറിൽ ചെന്ന് അദ്ദേഹം ഭക്ഷണം വിളമ്പുന്നു ആളുകളെ. ലങ്കാറിൽ, അവിടെ പട്നയിൽ അദ്ദേഹം ഒരു സിഖുകാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടർബൺ കെട്ടുന്നു. അത് കാവ്യ നിറത്തിലാണ് എങ്കിലും അതൊക്കെ
എങ്ങനെ ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പിലൊക്കെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ബീഹാറിലും ഒരുപക്ഷെ അത് അത്ര നേട്ടം ഉണ്ടാക്കില്ലെങ്കിലും പഞ്ചാബിലൊക്കെ അത് കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയായിരിക്കാം അദ്ദേഹത്തിനുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നരേന്ദ്രമോദി ഈ സിഖ് ഗുരുദ്വാരകളിൽ പോകാറുണ്ട്, ലങ്കാർ ഭക്ഷണം കൊടുക്കാറുണ്ട്. അതിന് കിട്ടുന്ന പ്രാധാന്യവും അല്ല ശ്രീ കേജ്രിവാളിന്റെ ഈ നറേറ്റീവ് തിരിക്കുന്നതിലുള്ള മെതു. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ജനങ്ങളില്, സാധാരണ ജനങ്ങളില്, ഈ നഗര ജനങ്ങളല്ല, അവിടെ അപ്പുറത്ത് കിടന്നുള്ള ജനങ്ങളില്, ഞാനിപ്പോ കുറെ സ്ഥലങ്ങളിൽ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോയിരുന്നു. അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്നത്, അവിടെ താഴെ തട്ടില് ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ ഇച്ചിരി അസംതൃപ്തരാണ്. RSSന്റെ പ്രവർത്തകരും BJPയുടെ കാര്യത്തിൽ ഇച്ചിരി അസംതൃപ്തിയുണ്ട്, പ്രത്യേകിച്ച് നേതാക്കള്. കാരണം ഇതെല്ലാം മോഡി മാത്രമാകുന്നു, BJP ഇല്ല, RSS ഇല്ല, എല്ലാം മോഡിമയം, മോഡിക്ക് ഗ്യാരണ്ടി എന്ന് മാത്രം. BJPയുടെ പ്രകടന പത്രിക പോലും മോഡി ഗ്യാരണ്ടി എന്നാക്കുന്നു. അപ്പൊ എല്ലാം മോഡി 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 ബോർഡുകളില്, ബാനറുകളില്, പോസ്റ്ററുകളില്, സ്ഥാനാർത്ഥികൾക്ക് പോലും കാര്യമില്ലാത്ത രീതിയിലേക്ക് ഏകപക്ഷീയമായി അതിൽ കുറെ പേർക്ക് അസംതൃപ്തിയുണ്ട്. പിന്നെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് വിലക്കയറ്റം ഒരു മേജർ പ്രശ്നമാണ്. അപ്പൊ അത് തൊഴിലില്ലായ്മയും ബാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലും ഈ വൻകിട കച്ചവട കാർഷിക മേഖലകൾ നേട്ടമുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണ കർഷകര് 1 ഏക്കറിനും 2 ഏക്കറിനും താഴെയുള്ളവർ വളരെ ദുരിതത്തിലായിട്ടുണ്ട്. അപ്പൊ തൊഴിലാളികള് അവരൊക്കെ ഇതൊക്കെ മറികടക്കാൻ എല്ലാ രാമക്ഷേത്രവും മുസ്ലിം വിരുദ്ധതയും പാകിസ്ഥാനും പറഞ്ഞ് മുന്നോട്ട് പോയാൽ അത്ര എളുപ്പമാവില്ല. വർഗീയത പറഞ്ഞ് അതിനൊക്കെ മറികടാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരുന്നത്. ശ്രീ ജോർജ് കള്ളിവയൽ, ഇപ്പോൾ നമ്മൾക്ക് കാണാം കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്ന് അദ്ദേഹം എന്തു പറഞ്ഞോ അതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടക്കുകയായിരുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ BJPയിൽ ഈ ഏകാധിപത്യത്തിൽ അസ്വസ്ഥരായ ഒരു വിഭാഗമുണ്ട്. അവരെ കൃത്യമായും ആ കാര്യം ചർച്ച ചെയ്യിപ്പിക്കുന്നതിലും അതിലേക്ക് മുഴുവൻ ശ്രദ്ധയും തിരിക്കുന്നതിൽ കെജ്രിവാളിന്റെ ആ പരാമർശം എത്രമാത്രം ഉപകരിച്ചു എന്നാണ് താങ്കൾ കാണുന്നത്? ഒരുപക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് കാണാം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ ചുറ്റിപ്പറ്റി തന്നെ ചർച്ചകൾ നടക്കുന്നു. വളരെ വർഗീയമായ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നിടത്ത് നിന്ന് BJPയിലെ ഉൾപാർട്ടി പ്രശ്നത്തിലേക്ക് അത് കൃത്യമായി തിരിച്ചുവിടാൻ ആ ഇടപെടലുകൾ എത്രമാത്രം ഉപകരിച്ചു? BJPക്ക് അതിന് മറുപടി വരേണ്ടി വന്ന സാഹചര്യം. ഇപ്പോൾ മോദിയെ പിന്താങ്ങാൻ കുറെ പേര് വന്നു, യോഗിയെ ആരും പിന്തുണച്ചില്ല, അതുകൊണ്ട് യോഗിയുടെ സ്ഥാനം ഉടൻ തന്നെ തെറിക്കുമെന്ന് വീണ്ടും കെജ്രിവാൾ ആവർത്തിച്ച് പറയുന്ന സാഹചര്യം. അപ്പോൾ അദ്ദേഹം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾ ആ നിലയിൽ വഴിമാറ്റിയതിൽ കെജ്രിവാളിന്റെ ഇടപെടൽ എത്രമാത്രം നിർണായകമായിട്ടുണ്ട്? താങ്കളുടെ ആ നിരീക്ഷണം വളരെ ശരിയാണ്. നമുക്കറിയാം കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. BJPയില് മോഡി കഴിഞ്ഞാൽ പിന്നെ അമിത്ഷായേ ഉണ്ട്. മോഡി അമിത്ഷായി ഒരൊറ്റ ദയമാണ്. അമിത്ഷായ്ക്ക് 2 തവണ പത്രസമ്മേളനം നടത്തേണ്ടി വന്നു മോദി മാറില്ല എന്ന് പറയാൻ വേണ്ടി. അത് തന്നെയായിരുന്നു ഒരുപക്ഷെ കൃത്യമായ കേജ്രിവാളിന്റെ ലക്ഷ്യവും. ഈ വിഷയം നരേന്ദ്രമോദിയുടെ പ്രായത്തിലേക്കും നരേന്ദ്രമോദി കൊണ്ടുവന്ന മുസ്ലിം വിരുദ്ധത, പാക് വിരുദ്ധതയിലേക്ക് അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് പുതിയ കുറെ അജണ്ടകളും വിഷയങ്ങളും കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ഭൂരിപക്ഷം പേരും എന്ന് മാത്രമല്ല, പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഇത് ഓഹരി മാർക്കറ്റില്, വിപണിയില് ഇടിവുണ്ടാക്കി. നമുക്ക് ദേശീയ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളായാലും ടെലിവിഷനായാലും മറ്റേത് നരേന്ദ്രമോദിക്ക് കൊടുത്തോണ്ടിരിക്കുന്ന, അല്ല BJPക്ക് കൊടുത്തോണ്ടിരുന്നതിന്റെ ഒരു 10-1 സ്പേസ് ആയിരുന്നു പ്രതിപക്ഷത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി പറഞ്ഞാലും അത് കാർഗെ പറഞ്ഞാലും മറ്റേത് രാഹുലിനും ഇദ്ദേഹത്തിനും മാത്രമായിരുന്നു. ഇപ്പൊ പ്രിയങ്കയുടെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമാണ് നോർത്ത് ഇന്ത്യയെ കിട്ടുന്നത്. അപ്പൊ ഓരോ ദിവസവും അവർ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്പേസിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം, ഇത് മാധ്യമങ്ങൾ എവിടെയൊക്കെയോ ഒരു ഭയപ്പാട് BJPയിൽ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതിന് ശ്രീ കേജ്രിവാളിനും കോൺഗ്രസിനും ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് UPയിൽ സമാജ്വാദി പാർട്ടിയും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം UPയില് BJPക്ക് വലിയ ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളാണ് ഇത്തവണ മത്സരത്തിലേക്ക് പോയിരിക്കുന്നത്, ഈ ഘട്ടത്തിലെ മത്സരത്തിലേക്ക് പോയിരിക്കുന്നത്. പക്ഷെ BJPക്ക് പോലും ഭൂരിപക്ഷം കുറയുന്ന കാര്യത്തിൽ അവർക്കും പലതിലും സംശയമില്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു ഭയപ്പാട് ഉണ്ടാക്കാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട്. അത് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പൊ നേടിയിരിക്കുന്നത്. കേജ്രിവാളിന്റെ
ഈ വരവാണ് ഏറ്റവും മാറ്റം ഉണ്ടാകുന്നത്. തീർച്ചയായും നമ്മളിപ്പോൾ തെക്കേ ഇന്ത്യയിലെ വോട്ടെടുപ്പ് പൂർണ്ണമായി എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ തെക്കേ ഇന്ത്യയിൽ ആർക്ക് മേധാവിത്വം എന്ന ഒരു ചർച്ച കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത കൂടി ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു ഇവിടെ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ 4ാം ഘട്ടത്തിൽ ആന്ധ്രയും തെലങ്കാനയും വരുമ്പോൾ അവിടെ കോൺഗ്രസും BJPയും ആര് നില ഉറപ്പിക്കാൻ പറ്റും എന്ന ചിന്തയിലാണ്. തെലങ്കാനയിൽ കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഒരു പരിധിവരെ അത് സാധ്യമായ സാഹചര്യം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിക്കുക എന്നതാണ്. പിന്നീട് കർണാടകയിൽ എത്ര, തമിഴ്നാട്ടിൽ എത്ര ആധിപത്യം കൂട്ടാൻ പറ്റും, വോട്ട് ഷെയർ എത്ര കൂട്ടാൻ പറ്റും, അതൊക്കെ വളരെ വലിയ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഫലം എന്നതിനപ്പുറം വരും തെരഞ്ഞെടുപ്പുകളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ പറ്റും എന്ന കാര്യത്തിലും വളരെ നിർണായകമാണ് ഈ തെക്കേ ഇന്ത്യയിലെ ഫലവും വോട്ട് ഷെയറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? BJPക്ക് അവിടെ മേധാവിത്വം ഉയർത്താൻ കഴിയുമോ ശ്രീ ജോർജ് കള്ളിവയൽ? ഒന്ന് മനസ്സിലാക്കേണ്ടത് 543 ലോക്സഭാ സീറ്റുകളിൽ അതിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ് 379, അതായത് 350ഓളം സീറ്റുകളിൽ വോട്ടെടുപ്പ് ഇന്നുകൊണ്ട് പൂർത്തിയായി കഴിഞ്ഞു 4 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ. അതായത് ഇനി ശേഷിക്കുന്നത് 175 സീറ്റുകൾ മാത്രമാണ്. അപ്പം ഇവിടെ പ്രധാനപ്പെട്ട വോട്ടുകൾ ജനവിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ദക്ഷിണേന്ത്യ പൂർണ്ണമായിട്ട് ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ അജണ്ട ഇതിനിടയ്ക്ക് ഇനി തിരിച്ചു കൊണ്ടുവരാൻ മോദിക്കും അമിത്ഷായ്ക്കും എത്രമാത്രം കഴിയും, അല്ലെ BJPക്ക് കഴിയും എന്നതൊരു പ്രതിസന്ധിയാണ്. കാരണം കഴിഞ്ഞ 3 ഘട്ടത്തിലും BJPക്ക് വലിയ മേൽക്കൈ ഉണ്ടായില്ല. പോൾ പൊസിഷനിലായിരുന്നു കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ. 2014ലും 2019ലും വളരെ കൃത്യമായ മേൽക്കൈയായിരുന്നു കോൺഗ്രസിനും BJPക്കും നരേന്ദ്രമോദിക്കും ഉണ്ടായിരുന്നു. ആ മേൽക്കൈ ഈ 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൈമോശം വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അവർ തകർച്ചയിലേക്കൊന്നും പോയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ BJPക്ക് ഉണ്ടായിരുന്ന പോൾ പൊസിഷനിൽ മോഡിക്കുണ്ടായിരുന്ന ആ ഒരു മേധാവിത്വം, വലിയ മേധാവിത്വം, അത് എവിടെയോ കൈമോശം വന്നിരിക്കുന്നു. പ്രതിപക്ഷത്ത് ഒരു പുത്തൻ ഉണർവ് കിട്ടിയിരിക്കുന്നു. അല്ല ശ്രീ ജോർജ് കള്ളിവയലിൽ, ഇതിൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മണ്ഡലങ്ങൾ ഏതാണ്? ഉത്തർപ്രദേശിൽ ഇനി 5ാം ഘട്ടത്തിൽ 14 മണ്ഡലങ്ങൾ, അത് കഴിഞ്ഞാൽ 25 മെയ്ക്ക് 14 മണ്ഡലങ്ങൾ, ജൂൺ 1 13 മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിലാണ് പ്രധാനമായി നടക്കാനുള്ളത്. പിന്നെ നടക്കാനുള്ളത് ബീഹാറിൽ ഇനി 8 മണ്ഡലങ്ങളിൽ നടക്കാനുണ്ട്. ഒപ്പം നമ്മൾ നോക്കുമ്പോൾ ഒഡീഷയിൽ കുറച്ച് മണ്ഡലങ്ങളിൽ ഇനി നടക്കാനുണ്ട്. ഇവിടെയൊക്കെ എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഈ കെജ്രിവാളിൻ്റെ ഒരു പ്രചരണം. ഇതൊരു അർബൻ പോപ്പുലേഷനിടയിൽ മാത്രം ഉണ്ടാക്കാൻ കഴിയുന്നൊരു മാറ്റം മാത്രമായി ചുരുങ്ങുമൊക്കെ. നമുക്കറിയാം കെജ്രിവാളിന് ഇതുവരെ പാർലമെൻറ്റ് അങ്ങ് ഡൽഹിയിൽ ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. അവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പ്രസക്തിയുമില്ല എന്നല്ലേ കാര്യങ്ങൾ കാണിച്ചത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. ഇത്തവണ ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൊതുവായ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്, മോദിക്കുണ്ടായിരുന്ന ഭൂരിപക്ഷവും BJPക്കുണ്ടായിരുന്ന മേൽക്കൈയും കൊണ്ടാണ് നീതി. ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് വലിയ മേൽക്കൈയൊന്നുമില്ല, അല്ല പ്രതിപക്ഷത്ത് ആർക്കും വലിയ മേൽക്കൈയൊന്നുമില്ല. പക്ഷെ മോദിക്ക് പണ്ടുണ്ടായിരുന്ന, നേരത്തെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്ന മേധാവിത്വത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം, അതിനാണ് പ്രതിപക്ഷം പ്രതീക്ഷ അർപ്പിക്കുന്നത്. അല്ല, പക്ഷേ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധ വരേണ്ട 2 സംസ്ഥാനങ്ങൾ തെലങ്കാനയും ആന്ധ്രാപ്രദേശുമാണ്. അവിടെ BJP കാര്യമായ ഒരു പ്രതീക്ഷ വെച്ച് ഉണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അവിടെ 4 സീറ്റിലാണ് ജയിച്ചിട്ടുള്ളത്. ഇനി പ്രതീക്ഷ അവർക്കുള്ളത് 10 സീറ്റിൽ ജയിക്കുമെന്നാണ് മാക്സിമം പോയത്. അത്രയേ ഉള്ളൂ. ആന്ധ്രാപ്രദേശിൽ TDPയെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അവിടെ YSR കോൺഗ്രസിനെതിരെ ഉള്ള ആൻറ്റി ഇൻകംബൻസി നിലപാടുകൾ അവർക്ക് TDPക്ക് ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ അവിടെ സ്വാഭാവികമായും TDPയുടെ ഒരു നേട്ടം ഉണ്ടാകും എന്ന് പറയാൻ കഴിയും. BRS ഈ തെരഞ്ഞെടുപ്പിൽ ഓടുകൂടി നാമാവശേഷമാകും എന്ന ചില നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി വ്യക്തതയില്ല. എങ്കിലും പറഞ്ഞു കേൾക്കുന്നത് സ്വാഭാവികമായും അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പുറകോട്ട് പോയതിൻ്റെയൊക്കെ ഒരു സൂചന ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും BRS അപ്രസക്തമാകുന്നു, TDP ആന്ധ്രാപ്രദേശിൽ ശക്തമാകുന്നു. സ്വാഭാവികമായി അവിടെ BJPയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ ആന്ധ്രയിൽ അവർക്കൊരു നേട്ടമുണ്ടാകുന്നു. BRS അപ്രസക്തമാകുമ്പോൾ അവിടെ അവർക്കുണ്ടായിരുന്ന TDP പിരിഞ്ഞാണല്ലോ BRS ഉണ്ടാകുന്നത്. സ്വാഭാവികമായും TDPയുടെ അവിടുത്തെ തെലങ്കാനയിലെ വോട്ടർമാർ BJPയിലേക്ക് കൂറുമാറുന്നു എന്ന വിവരം കൂടി വരികയാണ്. അപ്പോൾ അവരുടെ വോട്ട് ഷെയർ ഈ 2 സംസ്ഥാനങ്ങളിൽ ഉയരും, NDAയുടെ മൊത്തത്തിൽ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് താങ്കൾ പറയുന്നത്?
താങ്കൾ പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങളിൽ ആന്ധ്രയും തെലങ്കാനയും വളരെ നിർണായകമായ രണ്ട് സംസ്ഥാനങ്ങളാണ്. കാരണം നമുക്കറിയാം കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച രണ്ട് സംസ്ഥാനമാണ്. അവർക്ക് അധികാരം 2014-ലും 2019-ലും 2009-ലും 2004-ലും അധികാരത്തിൽ എത്തുന്നില്ല. 2009 പ്രത്യേകിച്ചും കോൺഗ്രസ് UPA ഗവൺമെന്റ് ഉണ്ടാകുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആന്ധ്രാപ്രദേശാണ്. അത് നമുക്കറിയാം. ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തെലങ്കാനയിൽ കോൺഗ്രസ് ഒരു റിവൈവൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ ക്ഷീണം താങ്കൾ പറഞ്ഞ പോലെ തന്നെ PRS-നായിരിക്കും. പക്ഷെ BJPക്ക് വലിയ മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുമില്ല. അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ കുറച്ച് സീറ്റുകൾ വീതിച്ചെടുക്കും എന്ന് തന്നെയാണ് കരുതാൻ കഴിയുക. അതേസമയം ആന്ധ്രാപ്രദേശിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ YSR കോൺഗ്രസ് തകർന്നടിഞ്ഞിട്ടില്ല. YSR കോൺഗ്രസിന് കുറച്ചൊരു ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാരമുണ്ട്. TDPയും BJPയും ചേർന്നുള്ള സഖ്യമാണെങ്കിലും നമുക്കറിയാം ഈ അടുത്ത കാലം വരെ BJP കൂടുതലും YSR കോൺഗ്രസുമായി ആയിരുന്നു ചേർന്ന് നിന്നിരുന്നത്. ഇപ്പൊ ലോക്സഭയിലെ എല്ലാ വോട്ടെടുപ്പുകളിലും YSR കോൺഗ്രസ് BJPയെ പിന്തുണയ്ക്കുകയായിരുന്നു. പെട്ടെന്നാണ് TDP അവരുമായി സഖ്യമുണ്ടാക്കിയത്. TDPയും YSR കോൺഗ്രസും തമ്മിലുള്ള ഈ മത്സരത്തിൽ BJPക്ക് ചെറിയ നേട്ടങ്ങൾ ഉണ്ടായേക്കാം. വലിയ നേട്ടങ്ങൾ ആന്ധ്രയിൽ BJPക്ക് ഉണ്ടാകാൻ നേരിട്ട് ഉണ്ടാവില്ല. പക്ഷെ BJP പ്രതീക്ഷിക്കുന്നത്, അല്ലെ നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്നത്, ഈ അവിടെ TDP ജയിച്ചാലും YSR കോൺഗ്രസ് ജയിച്ചാലും ഇതിൽ രണ്ടുപേരും അവസാനം അവരുടെ പിന്തുണ കിട്ടും എന്നാണ്. പക്ഷേ ഒരു തൂക്ക് മന്ത്രിസഭ തൂക്ക് പാർലമെന്റാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ YSR കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ ഒരു സർക്കാരിനെ പിന്തുണയ്ക്കാൻ തയ്യാറായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അവർക്ക് ഇത്തവണ BJP അവരെ ചവിട്ടി എന്നൊരു വേദനയുണ്ട്. അതേസമയം BJP അധികാരത്തിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് BJPയോടൊപ്പം വീണ്ടും നിൽക്കും. അതൊക്കെ 4-ാം തീയതിക്ക് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇന്ത്യൻ വോട്ടർമാർ എല്ലാ കാലത്തും അപ്രതീക്ഷിതമായ ജനവിധികള്, വളരെ അപ്രതീക്ഷിതമായ ജനവിധികൾ. നമുക്കറിയാം ഇന്ദിരാഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തിന് ഏൽപ്പിച്ച് ഇന്ദിരാഗാന്ധിയെ തകർത്തെറിഞ്ഞതും അതേ ജനതയാണ്. 400-ലേറെ വോട്ടോടുകൂടി വന്ന രാജീവ് ഗാന്ധിയെ പിന്നീട് തകർത്തെറിഞ്ഞതും ഇതേ ജനതയാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ അടക്കം വലിയ പ്രതീക്ഷയോടുകൂടി അല്പം നേരത്തെ തെരഞ്ഞെടുപ്പിന് പോയി. പക്ഷേ BJP പരാജയപ്പെട്ടു. നമുക്കറിയാം ഇന്ത്യ ഷൈനിങ് ഒരു വലിയ തരംഗം സൃഷ്ടിച്ചെങ്കിലും പിന്നീട് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല, വോട്ടിലേക്ക് മാറിയില്ല. അതെ, അങ്ങനെ ആ നിരീക്ഷണം 2009 കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് കോൺഗ്രസ് പോലും അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ രണ്ടാമത് ഒരിക്കൽ കൂടി BJPയെ തകർത്തുകൊണ്ട് കോൺഗ്രസിന് 10 വർഷം തുടർഭരണം കിട്ടുന്നു. ഇപ്പോ 2014 BJPക്കും മോഡിക്കും മേൽക്കൈ ഉണ്ടാകുമെന്ന് വേണ്ട വ്യക്തമായിരുന്നു. പക്ഷെ വൻ ഭൂരിപക്ഷമൊന്നും കിട്ടിയില്ല. ഭൂരിപക്ഷം കിട്ടി, ഗവൺമെന്റ് ഉണ്ടാക്കി. 2014 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി പോലെ ഈ 303 NDAക്ക് ഇത്ര ഭൂരിപക്ഷം പ്രതീക്ഷിച്ചു എന്ന് കരുതുന്നില്ല. പക്ഷെ ജനം വൻ വിജയം, പല സീറ്റുകളിലും 3 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം, 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഉത്തരേന്ത്യയിലെ ബഹാഭൂരിപക്ഷം സീറ്റുകളിലും ജയിച്ചത്. അപ്പോ അത് ഇപ്പോൾ ആ തരംഗമില്ല, ഒരു പാർട്ടിക്കും തരംഗമില്ലാത്ത ഒരു മന്ദത, അതാണ് വോട്ടെടുപ്പിലെ ജനങ്ങൾ. അത് UPയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും നമ്മുടെ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും ഈ പല സംസ്ഥാനങ്ങളിൽ ഇത് കാണാനുണ്ട്. പൊതുവെ ജനങ്ങളിൽ ഒരു മാന്ദ്യം. ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കാര്യം. പക്ഷെ നമുക്കൊരു ഇടവേള അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഞാനും രേണു. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കൊപ്പം ജോർജ് കള്ളിവയൽ തുടരുന്നുണ്ട്. ഇന്ന് വളരെ രസകരമായ ചില ശ്രീ ജോർജ് കള്ളിവയലിന്റെ നിരീക്ഷണം കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സെൻട്രൽ സ്റ്റേജിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വരുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അരവിന്ദ് കെജ്രിവാളിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് മാധ്യമങ്ങൾ തലക്കെട്ടാക്കിയത്. അതേസമയം രാഹുൽ ഗാന്ധി ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ റായ്ബറേലിയിലേക്ക് കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മെയ് 20 അവിടെ തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള ഒരു പ്രധാന വാർത്ത, ഇന്ന് ആൾക്കൂട്ടം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു എപ്പോഴാണ് വിവാഹം കഴിക്കുന്നത് എന്ന്. ഉടനെ പ്രിയങ്ക ഗാന്ധി
അതേ സംബന്ധിച്ച് അഭിപ്രായം പറയണം എന്ന് രാഹുൽ ഗാന്ധിയോട് പറയുകയും തൻ്റെ കല്യാണം പെട്ടെന്ന് ഉണ്ടാകുകയും ജൽദി കർണി പടേഗി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അധികം പെട്ടെന്ന് അദ്ദേഹം വിവാഹിതനാകും എന്നൊക്കെയുള്ള ഒരു തമാശ അതാണ് പ്രധാനമായി വന്നത്. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം മറ്റിടങ്ങളിലെ പോലെ മറ്റു തവണത്തെ പോലെയല്ല. ഒരു തവണ അദ്ദേഹം അമേഠിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയത്തിൽ നിന്ന് അദ്ദേഹം പാഠം പഠിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. റായ്ബറേലിയിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രചരണ രംഗത്ത് ഏർപ്പെടുന്നുണ്ട്. ഇതിന് ഈ സന്ദർഭത്തോട് കൂട്ടി യോജിച്ച് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടുത്തെ BJP സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് പിളർന്നു വന്നിട്ടുള്ള ഒരു ദിനേശ് പ്രതാപ് സിംഗ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ദിവസം ഈ ദിനേശ് പ്രതാപ് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനായി കയറിയ സമയത്ത് അദ്ദേഹം പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയുള്ള കസേലയിൽ ചെയറിൽ അവിടെ അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് ഒരു വയസ്സായ ഒരാൾ അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് കരുതി ഒഴിഞ്ഞ ഇപ്പുറത്തെ കസേലയിൽ വന്നിരിക്കുകയും അത് പിന്നീട് പ്രിയങ്ക ഗാന്ധിയുടെ കസേലയാണ് സീറ്റാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നിട്ട് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഞങ്ങളുടെ സീറ്റ് തട്ടിയെടുക്കാനാകില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് പിന്നെ ഒരു ചെറിയ രാഷ്ട്രീയ തർക്കത്തിലേക്കൊക്കെ വന്നു. കാരണം ഇദ്ദേഹം റായ്ബറേലിയിലെ ഇതിനു മുമ്പും അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ റായ്ബറേലി സീറ്റിനെ കുറിച്ചാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് എന്ന് കണക്കാക്കിക്കൊണ്ട് ദിനേശ് പ്രതാപ് പറഞ്ഞു നിങ്ങളുടെ സീറ്റ് അപകടത്തിലാണ് എന്ന് ഒരു തർക്കം തുടങ്ങി. അപ്പം അങ്ങനെയാണെങ്കിലും തട്ടിയെടുക്കാൻ കഴിയില്ല എന്ന് ഇവർ പറഞ്ഞൊരു തർക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റായ്ബറേലി ഒരു അഭിമാന പോരാട്ടമാണ്. അവിടെ കൂടി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അത് കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ പതനത്തിൻ്റെ തുടക്കമാകും എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ട് അദ്ദേഹം അവിടെ കൂടുതൽ ശക്തമായി പ്രചരണ രംഗത്തേക്ക് വരുന്നു. അതേസമയം മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അവിടുത്തെ രാജ്യസഭാ അംഗം സ്വാതി മാലിവാൾ ചെന്ന് ഒരു പരാതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ അവരെ ആക്രമിച്ചു എന്നൊക്കെ. അപ്പോൾ അതും BJP ഒരു വലിയ വിഷയമാക്കി അങ്ങോട്ട് ഉന്നയിക്കുന്നു. അതേസമയം കെജ്രിവാൾ തൻ്റെ നരേന്ദ്രമോദിക്കെതിരെയുള്ള ആ രാഷ്ട്രീയ ആക്രമണം അങ്ങനെ തന്നെ തുടരുന്നു. അത് വളരെ ശക്തമായി അദ്ദേഹം തന്നെ ജയിലിൽ പോലും നരേന്ദ്രമോദി CCTV ക്യാമറകൾ ഉപയോഗിച്ച് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു തുടങ്ങിയ പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി ആകട്ടെ വളരെ ജോവിയലായി അദ്ദേഹത്തിൻ്റെ ഇന്ന് മാർച്ച് അദ്ദേഹത്തിന്റെ റാലി സംഘടിപ്പിക്കുന്നു. നമുക്ക് കള്ളിവയൽ പോയിട്ടില്ല, നമുക്കൊപ്പം ഉണ്ട് അദ്ദേഹം. ശ്രീ ജോർജ് കള്ളിവയൽ, ഇപ്പോൾ കേജ്രിവാളിന്റെ കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. കഴിഞ്ഞ തവണ നമുക്കറിയാം ഡൽഹിയിൽ ഒക്കെ BJPക്ക് 50% വോട്ട് നേടി കൃത്യമായി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങളാണ്. കേജ്രിവാളിന്റെ മടങ്ങിവരവ് ദില്ലിയിലേതുൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ BJPയെ സംബന്ധിച്ച് കൂടുതൽ കടുപ്പമേറിയതാക്കുമോ? അല്ലെങ്കിൽ തന്നെ ഈ കഴിഞ്ഞ തവണത്തെ ഒരു ആവർത്തനം BJP പോലും പ്രതീക്ഷിക്കുന്നില്ല, ഈ ഇടങ്ങളിൽ ചിലയിടങ്ങളിൽ തിരിച്ചടി ഉണ്ടാകും, അതുകൊണ്ടാണ് തെക്കേ ഇന്ത്യ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അവർ പ്രചരണവും നടത്തിയത്. അപ്പോൾ ഡൽഹിയിൽ എന്ത് സംഭവിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേജ്രിവാൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമോ? ഒരു സംശയവും വേണ്ട, ഇതൊരു മാറ്റം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത്തവണ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് മാറ്റം വരുന്നത് ഈ ഡൽഹി, പഞ്ചാബ്, ഹരിയാന, UPയുടെ ഈ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം ഈ ഒരു അവിടെ ആം ആദ്മി പാർട്ടിക്ക് അത്യാവശ്യ ശക്തി ഉണ്ട് തന്നെ. അവിടെ അതിനേക്കാളേറെ ഇതൊരു മാറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ 7 ഡൽഹിയിലേത് BJPക്കാണ് കിട്ടിയത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്. ഇത്തവണ അത് എന്തായാലും BJP പോലും പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് തിരിഞ്ഞു കുത്തുവോ? നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതുപോലെ 7 പോലും പുറത്തോട്ട് പോകുമോ? ചുരുങ്ങിയ പക്ഷം ഒരു 4 സീറ്റെങ്കിലും BJPക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഹരിയാനയിലും സ്ഥിതി അതാണ്. 10ൽ 10ഉം BJPയുടെ സ്വന്തമാണ്. അവിടെ BJPക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം അവർ പല സംസ്ഥാനങ്ങളിലും സാച്ചുറേഷനാണ്. ഗുജറാത്ത് 25 ഉത്തരാഖണ്ഡിലെ മുഴുവൻ സീറ്റുകൾ, ഹരിയാനയിലെ മുഴുവൻ സീറ്റുകൾ, ഡൽഹിയിലെ മുഴുവൻ സീറ്റുകൾ, UPയിലാണെങ്കിലും 61 സീറ്റുകളടക്കം 72 സീറ്റുകൾ സഖ്യകക്ഷികളടക്കം 80ൽ മഹാഭൂരിപക്ഷ സീറ്റുകൾ, മഹാരാഷ്ട്രയിലെ മഹാഭൂരിപക്ഷ സീറ്റുകൾ, നമുക്കറിയാം രാജസ്ഥാനിലെ മുഴുവൻ സീറ്റുകൾ, മധ്യപ്രദേശിലെ 1 സീറ്റ് ഒഴികെയുള്ള എല്ലാ സീറ്റുകളും, കർണാടകയിലെ 1 സീറ്റ് ഒഴികെയുള്ള ഈ പ്രധാന സംസ്ഥാനങ്ങളിലൊക്കെ BJP സാച്ചുറേഷനിലല്ല മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയെടുത്തുനിന്ന് പുറകോട്ട് പോകാനേ പറ്റൂ, മുന്നോട്ട് പോകാൻ കഴിയില്ല. നിലനിർത്തുക എന്ന് പറയുന്നത് ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ നിലനിർത്തിയതുപോലെ ഇത്തവണ എളുപ്പം. കാരണം ഇത്തവണ അത്തരം വിഷയങ്ങളൊന്നും
ഏക്കുന്നില്ല പലതും. സ്ഥിരം അല്ല ശ്രീ ജോർജ് കള്ളിവയില്ല, താങ്കൾ സൂചിപ്പിച്ച് ഡൽഹി ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖല എന്ന് പറയാം. പഞ്ചാബിൽ പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഒരു സീറ്റ് അവർ ജയിച്ചതുകൊണ്ട് വേണമെങ്കിൽ കൂടുതൽ അവിടെയും സാധ്യതകൾ കൽപ്പിക്കാം. പക്ഷേ ഉത്തർപ്രദേശിൽ ഈ രാം ജന്മഭൂമി വിഷയം ഇത്രമാത്രം വലിയ ഒരു ടെമ്പോ സൃഷ്ടിച്ച് പ്രധാനമന്ത്രി നടത്തി, അത് ജനങ്ങളെ സ്വാധീനിക്കില്ലേ? അവിടെ കൂടുതൽ വോട്ട് വർദ്ധിക്കാനും ഇത്തവണ സീറ്റ് വർദ്ധിക്കാനുമുള്ള സാധ്യതയാണ് എന്ന ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഈ രാം ജന്മഭൂമി ബാബരി ഈ ക്ഷേത്രം ഒക്കെ അതിൻ്റെ ശിലാന്യാസം ഒക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രാൺ പ്രതിഷ്ഠയൊക്കെ ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? അവിടെ മാറ്റമുണ്ടാകും? ബി ജെ പിക്ക് അനുകൂലമായൊരു ഒരു തീരുമാനം ജനങ്ങൾ നേരത്തെ എടുത്തിട്ടില്ലേ? യു പിയിലെ ഭൂരിപക്ഷം സീറ്റിലും BJPയും മോഡിയും തന്നെ വരാനാണ് സാധ്യത ഇത്തവണയും. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ നമുക്കറിയാം, കഴിഞ്ഞ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പ്രധാനപ്പെട്ട ഒരു നേതാവ് രാമനാണ്, ശ്രീരാമനാണ് പ്രധാന വിഷയം. രണ്ടാമത്തെ മുസ്ലിം വിരുദ്ധതയോ പാകിസ്ഥാനും മുസ്ലിമും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ കുറച്ചു കാലമായിട്ട് സജീവമാണ്. മറ്റു വിഷയങ്ങളെക്കാൾ ഏറെ, അതായത് ഇന്ത്യയുടെ വികസനമോ വളർച്ചയോ അല്ലെങ്കിൽ ജനക്ഷേമമോ തൊഴിലില്ലായ്മയോ വിലക്കയറ്റമോ കാർഷിക പ്രതിസന്ധിയോ അതിനേക്കാളൊക്കെ മുകളിലാണ് രാമനും മുസ്ലിം പ്രകടനവും അല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാനും ഒക്കെ ഇന്ത്യയിൽ വന്ന് കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിൽ അതെല്ലാം തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര അവിടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ ഉത്തർപ്രദേശിൽ ആ ശക്തി നിലനിൽക്കും, ബീഹാറിൽ JDUവുമായുള്ള സഖ്യം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ 40 സീറ്റുകളിൽ കഴിഞ്ഞ തവണ നേടിയ ആ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്നല്ലേ കരുതുന്നത്? മഹാരാഷ്ട്രയിൽ ഇത്തവണ NCPയെ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അതൊക്കെ ഒരു നേട്ടമായി ഈ മഹാരാഷ്ട്രയിലും ബീഹാറിലും വരില്ലേ? മധ്യപ്രദേശിൽ സ്വാഭാവികമായി ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കണ്ട വിജയം ആവർത്തിക്കില്ലേ? അതേപോലെ രാജസ്ഥാനിൽ യു പിയില് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ BJPക്ക് ഒരു സീറ്റ് കുറയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം. സമാജ്വാദി പാർട്ടിക്ക് സീറ്റ് കൂടിയിരിക്കും. കോൺഗ്രസിന് റായ്ബറേലി നിലനിർത്തുക മാത്രമേ കിട്ടാൻ വഴിയുള്ളൂ, വേറൊന്നും കിട്ടാൻ സാധ്യത ഞാൻ കാണുന്നു. അതല്ല മഹാരാഷ്ട്രയിലെ സ്ഥിതി. മഹാരാഷ്ട്രയിൽ നമുക്കറിയാം, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇപ്പോഴുള്ള കോൺഗ്രസ് NCP ശിവസേന സഖ്യം വൻ വിജയമാണ് നേടിയത്, ചെറിയ വിജയമാണ്. അതായത് ജനങ്ങൾ കൂടുതലും വോട്ടർമാർ കൂടുതലും ഇപ്പോഴാണ്. എന്തായാലും BJP ശിവസേനയുടെ മുറിവും അജിത് പവാറിന്റെ NCPയും കൂടെ ഉണ്ടെങ്കിലും ആ BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ മഹാരാഷ്ട്രയിൽ കിട്ടില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഒരു 10-25 വർഷമായിട്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ അടുത്തുനിന്ന് കാണുന്ന, പലതവണ മഹാരാഷ്ട്രയിൽ പോയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ. അല്ല, ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അങ്ങേക്ക് ഒരു പക്ഷേ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകും. ഈ NCP പൂർണ്ണമായും ഇനി പതുക്കെ BJPയിലേക്ക് വരാനുള്ളൊരു നീക്കം ആദ്യഘട്ടത്തിൽ തന്നെ BJP നടത്തിയിരുന്നു എന്നൊക്കെ ചില വിവരങ്ങളൊക്കെ കേട്ടിരുന്നു. ഒപ്പം അത് പിന്നെ ശരത് പവാറിനെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമവും നടന്നിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം പിന്നീട് അതൊന്ന് പിന്മാറി അതിൻ്റെ ഭാഗമായാണ് ഈ പിളർപ്പുണ്ടായത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി വരാനിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ NCPയെ അത്രമാത്രം അങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ? കാരണം ഈ YSR കോൺഗ്രസിനെ പോലെ ഈ NCP അതുപോലെ തൃണമൂൽ കോൺഗ്രസ് ഇവരൊക്കെ കോൺഗ്രസുമായി എതിർത്ത് പുറത്തു വന്ന് അവർക്കെതിരെ എന്ന തരത്തിൽ രൂപം കൊണ്ട പാർട്ടികളാണ്. ഇപ്പോൾ കെജ്രിവാൾ പോലും അത്തരത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പോലും അവരെയൊക്കെ ചാക്കിടാനുള്ള ശ്രമം ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അധികാര രാഷ്ട്രീയമാണ് ഈ ചെറുകിട പാർട്ടികളെ ഏറ്റവും കൂടുതൽ നയിക്കുന്നത്. അത് ആരങ്ങോട്ട് മാറുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ പഴയ പോലെ മോദിയും അമിത്ഷായും പേടിപ്പിച്ചാൽ എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടി സർക്കാരിനെ താഴെ ഇറക്കാനും ഒരു MLA എങ്കിലും മറിക്കാനും ഇത്ര കാലവും ശ്രമിച്ചിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല. കർണാടകയിലെ ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കും, ഒരു കൊല്ലത്തിനകം അത് പോയിരിക്കുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി എന്നോട് പറഞ്ഞു. പക്ഷേ നടന്നില്ല. പഴയ പോലെ ഭീഷണി കൊണ്ട്, കാരണം ഈ ഭീഷണി വന്നതുകൊണ്ട് ഒരു കുഴപ്പം പറ്റിയത് പ്രതിപക്ഷ പാർട്ടികൾക്ക്, ഈ മോദിയെ അമിത്ഷായും പുറത്തിറക്കിയാലേ നമുക്ക് രക്ഷയുള്ളൂ എന്നൊരു തോന്നൽ കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി അതാണ് ശ്രീമതി തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി അടക്കമുള്ളവര്
അല്ലെ ആം ആദ്മി പാർട്ടിയൊക്കെ കോൺഗ്രസിനെ തകർത്തിട്ട് വേണം അവർ കൂടെ കയറാൻ. കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും അവർ തയ്യാറില്ലായിരുന്നു. എന്നിട്ടും 3 സീറ്റാണ് കൊടുത്തത്. ആകെയുള്ള 7-ൽ 3 സീറ്റ് കോൺഗ്രസിന് കൊടുത്തു. അവിടെ മുഴുവൻ സീറ്റും തന്നെ BJP അല്ല ആം ആദ്മി ജയിച്ച കോൺഗ്രസ് തകർന്നടിഞ്ഞ് ഒരു നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം പോലും ഇല്ലാത്ത പാർട്ടിക്ക് 3 ലോക്സഭാ സീറ്റുകളാണ് കൊടുത്തത് ആം ആദ്മി പാർട്ടി. അപ്പൊ അതൊക്കെ ഒരു മാറ്റങ്ങൾ നിങ്ങൾ കാണണം. തീർച്ചയായും അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ ചില തീരുമാനങ്ങളും കൂട്ടുകെട്ടുകളും ഉണ്ടാകുമെന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ജൂൺ 4 ജനവിധിയുടെ അടിസ്ഥാനത്തിലിരിക്കും അത് തൂക്കുസഭയാണോ, ആർക്കാണ് മേധാവിത്വം. അത് ഇപ്പോഴും ആർക്കും പ്രതീക്ഷ ഉള്ള പോലെ തന്നെ ആശങ്ക 2 പക്ഷത്തുമുണ്ട്. പ്രതീക്ഷയെക്കാൾ ഏറെ ആശങ്കകളാണ് 2 പക്ഷത്തുമുള്ളത്. എങ്കിലും പ്രതിപക്ഷത്താണ് ഇപ്പോൾ കൂടുതൽ പ്രതീക്ഷ എന്ന് പറയാതിരിക്കാൻ കഴിയും. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് കള്ളിവയലിൽ ഞങ്ങൾക്കൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിന്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കൃത്യമായ പ്രാക്ടീസ് 9 ദശലക്ഷം പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വീണ്ടും സ്വാഗതം. മനു, ഇവിടെ ഒരു അനിശ്ചിതത്വം. ആദ്യം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ വളരെ കോൺഫിഡൻസിൽ 400 സീറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയവർക്കുൾപ്പെടെ ഉണ്ടാകുന്ന അനിശ്ചിതത്വമാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നത്, അല്ലേ? ആദ്യം BJPയുടെ ഒരു ഏകാധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നതായിരുന്നു സ്ഥിതിയെങ്കിൽ ഇപ്പോൾ BJPക്കുള്ളിൽ തന്നെ അത് അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. വോട്ട് കുറഞ്ഞാലും വലിയ വെല്ലുവിളി ഉണ്ടാകില്ല എന്ന BJPയുടെ വിലയിരുത്തലുകളെ എങ്ങനെ കാണണം? പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, കൃഷി നിയമങ്ങൾ, കർഷകർ നേരിട്ടുള്ള ബുദ്ധിമുട്ട്, അഗ്നിപഥ് തുടങ്ങിയ വിഷയങ്ങൾ, പിന്നെ എല്ലായിടത്തേതും പോലെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ, ഈ ജനകീയ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഭരണ തുടർച്ച എന്നത് ശരിക്കും വെല്ലുവിളിയായി മാറിയിട്ടുണ്ടോ BJPക്ക്? അങ്ങനെ ഒരുപക്ഷെ ശ്രീ ജോർജ് കള്ളിവയലിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഞാനങ്ങനെ കണക്ക് കൂട്ടുന്നില്ല. കാരണം പല മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള വൻ ഭൂരിപക്ഷത്തിലാണ്. ഒരുപക്ഷെ ആ ഭൂരിപക്ഷം തിരിഞ്ഞാൽ തന്നെ നമുക്കൊരു പക്ഷേ ദില്ലി പോലെ അല്ലെങ്കിൽ ഒരു നഗരപ്രദേശങ്ങളിലൊക്കെ വലിയ കൺസർവേറ്റീവ് അല്ലാത്ത വോട്ടർമാർ അവർ പെട്ടെന്ന് മാറി ചിന്തിക്കുകയും അവർ ഇപ്പോൾ ബിജ്ലി പാനി മക്കാൻ എന്ന് പറഞ്ഞ അജണ്ടയുണ്ടല്ലോ, അതായത് സൗജന്യമായി കറണ്ട് കിട്ടുന്നു, അല്ലെങ്കിൽ വെള്ളത്തിന് വില കുറയുന്നു, ഭരണവിരുദ്ധ വികാരം, പ്രാദേശിക സർക്കാരുകളുടെ നിലപാടുകൾ, ഇതൊക്കെ ബാധിക്കുന്നത് മധ്യവർത്തികളെയാണ്, പ്രധാനമായും ഈ നഗര കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ആളുകളെയാണ്. അപ്പോൾ അത്തരം മേഖലകൾക്കപ്പുറത്തേക്ക് ഒരു ഗ്രാമീണ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു താരപ്രചാരകൻ ഒരു പ്രിയ വിഷയമാണ്, ശക്തനായ ഒരു നേതാവ് ഒരു വലിയ വിഷയമാണ്, മതവിഷയങ്ങൾ, അവരുടെ മറ്റേ രാം ജന്മഭൂമി വിഷയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ്. അത് പ്രത്യേകിച്ച് റിസർവേഷനെ സംബന്ധിച്ചാണ്. റിസർവേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, OBC വോട്ടർമാരെന്ന് പറയുന്നത് പല മണ്ഡലങ്ങളിൽ 50%-ലധികമാണ്. അപ്പോൾ OBC വോട്ടർമാരുടെ അല്ലെങ്കിൽ SC/ST വോട്ടർമാരുടെ റിസർവേഷൻ എടുത്ത് മറ്റ് ആളുകൾക്ക് കൊടുക്കുന്നു എന്നത് അത് സ്വാഭാവികമായും വോട്ടർമാരെ സ്വാധീനിക്കും എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. മാത്രമല്ല, ഈ പല മണ്ഡലങ്ങളിലും ഈ നിലനിന്നിട്ടുള്ള BJP നേതാക്കൾ അവിടെ മണ്ഡലത്തിൽ, ഇപ്പം ഞാൻ നേരത്തെ ഗിരിരാജ് സിംഗിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് അത്ര ക്ലീൻ ഇമേജ് ഇല്ല, പക്ഷേ വോട്ടെടുപ്പിന് നേരിടുമ്പോൾ 4 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത്. പിന്നെ ചില മണ്ഡലങ്ങളുണ്ട്, ഇപ്പോൾ ഹൈദരാബാദ് പോലെ ഒരു മണ്ഡലം, അത് വർഷങ്ങളായി അസറുദ്ദീൻ ഓവൈസിയും അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ. 84 തൊട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടുന്ന് ജയിക്കുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ അസറുദ്ദീൻ ഓവൈസി ജയിക്കുന്നു. ഇപ്പോൾ ഇത്തവണ BJP അവിടെ 2,80,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത്. ഇത്തവണ BJP അവിടെ മാധവി ലത എന്ന ഒരു കാൻഡിഡേറ്റിനെ, അവിടെ ഒരു നർത്തകി കൂടിയാണ് അവരിന്ന് വലിയ പ്രതിസന്ധിയിൽ ചെന്ന് പെടുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. അവർ അവിടെ ചെന്ന് സ്ത്രീകളുടെ ബുർക്ക പൊക്കി നോക്കാൻ ശ്രമിച്ചുവെന്നും അതിനെ തുടർന്ന് തർക്കമുണ്ടായി എന്നും പിന്നെ അവരുടെ പ്രവർത്തകരെ പോലീസ് പിടിച്ചുവെച്ചു എന്നൊക്കെയുള്ള തർക്കങ്ങളുണ്ടായി. അതിനെ തുടർന്ന് ഹൈദരാബാദിൽ കലക്ടർ അവിടുത്തെ മലക്കപ്പേട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഇവർക്കെതിരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സെക്ഷൻ 171 അനുസരിച്ച് 186, 501 IPC ഒക്കെ അനുസരിച്ച് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രവർത്തകരെ കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ അവിടെ ചെന്ന് പിന്നെ ബഹളം വയ്ക്കുന്നതിൻ്റെയൊക്കെ പോലീസ് സ്റ്റേഷനിലും അവിടെയൊക്കെ ചെന്ന് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. അവർ ബൂത്തിൽ സത്യാഗ്രഹം പോലെ അവിടെ കുത്തിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും സ്വാഭാവികമായും
ഈ സ്ഥിരം മണ്ഡലങ്ങൾ ഇപ്പോൾ തെലങ്കാനയിലെ കരീംനഗർ അത് ഇപ്പോൾ തെലങ്കാനയിൽ BJPക്ക് വലിയ സ്വാധീനമില്ല എന്ന് പറയും. പക്ഷേ അവിടെ BJPയുടെ സിറ്റിംഗ് MP ബണ്ടി സഞ്ജയ് കുമാർ അവിടുത്തെ BJP മുൻ അധ്യക്ഷനാണ്. അദ്ദേഹം അവിടെ വലിയ ഭൂരിപക്ഷത്തിലാണ് 89,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഇത്തവണ എന്ത് സംഭവിക്കും? ഈ ചിലയിടങ്ങളിൽ ഇപ്പോൾ വളരെ നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം ഇപ്പോൾ ഈ ശത്രുഘ്ൻ സിൻഹയെ പോലുള്ളവർ മത്സരിക്കുന്ന വെസ്റ്റ് ബംഗാളിലെ അസൻസോൾ മണ്ഡലമാണ്. അവിടെ പിന്നെ നേരത്തെ അദ്ദേഹം അവിടെ TMC സ്ഥാനാർത്ഥിയായി അദ്ദേഹം വരുന്നു. നേരത്തെ ഈ ശത്രുഘ്ൻ സിൻഹ BJPയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു മണ്ഡലമാണ്. അവിടെ നമ്മുടെ പഴയ ചലച്ചിത്ര താരം മുൻമുൻ സിനൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ ഇത്തവണ CPM സ്ഥാനാർത്ഥിയും ജഹ്നാര ഖാൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടത്തേക്ക് റിസൾട്ട് എന്താകും എന്നറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ട്. അതേസമയം ജാർഖണ്ഡിലെ കുന്തിയിൽ അർജുൻ മുണ്ട അവിടുത്തെ സിറ്റിംഗ് MP ആണ്. കരിയ മുണ്ട വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലം. അത് അർജുൻ മുണ്ട ഇത്തവണ അവിടെ മത്സരിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ജയം സാധ്യമാണ് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് BJP കേന്ദ്രങ്ങൾക്കുള്ളത്. അപ്പോൾ ചില മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. എങ്കിലും ഈ വൻ തോതിൽ വൻ വോട്ട് നേടി വിജയിച്ച മണ്ഡലങ്ങൾ അപ്പാടെ അങ്ങ് മറിയുമോ എന്നൊക്കെ മാത്രമല്ല സംശയം. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ UP അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ അവിടെ രാമക്ഷേത്രത്തിൻ്റെ ഉൾപ്പെടെ നിരവധിയുണ്ട്. ബീഹാറിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ സഖ്യം പുലർത്തുകയും അതിനുള്ള ശ്രമങ്ങൾ BJP തുടങ്ങുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ഹരിയാനയിലേക്ക് വന്നാൽ അങ്ങനെ ജാർഖണ്ഡ് അങ്ങനെയുള്ള ഇടങ്ങളിൽ BJP ഇപ്പോഴും കൃത്യമായി അവർക്ക് 2019 എന്താണോ സാധ്യമായത് അതിൻ്റെ ആവർത്തനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പോഴും ലക്ഷ്യം വെക്കുന്ന ഇടങ്ങളാണ്. അങ്ങനെ BJPക്ക് പ്രതീക്ഷിക്കാൻ ഇപ്പോഴും അത്തരം ഇടങ്ങൾ ബാക്കിയുണ്ട്. മാത്രവുമല്ല ഒരു നേതാവ് ആര് എന്നതില്ലാത്തത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. മോദി അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഓരോ വർഷം ഓരോരുത്തർ വേണ്ടിവരും എന്ന കാര്യം സൂചിപ്പിക്കും. 5 വർഷം 5 പ്രധാനമന്ത്രിമാർ വേണ്ടിവരും. ശ്രീ ജോർജ് കള്ളിവയലിൽ പറഞ്ഞ അദ്ദേഹം ഗുജറാത്തിലൊക്കെ ചെന്നപ്പോൾ അവിടെ ആളുകൾക്കിടയിൽ ഒരു അതൃപ്തിയുണ്ടെന്ന്. പക്ഷേ ഈ നമ്മൾ നോക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഗുജറാത്തിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് BJPയിലേക്ക് വരും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ അത് സാധ്യമാകുമായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികം മാത്രമല്ല ഗുജറാത്തിൽ അത്ര എളുപ്പത്തിൽ BJP അട്ടിമറിക്കാനൊന്നും പറ്റില്ല. അവിടുത്തെ RSSൻ്റെയും ഒക്കെ ഈ ഗ്രാസ് റൂട്ട് വർക്ക് എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അത് പെട്ടെന്ന് മാറിമറിക്കാനൊക്കെ കഴിയുന്ന ഒരു സജ്ജീകരണം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നത് അസ്ഥാനത്താണ് എന്നാണ്. ബീഹാറിലും അതുപോലെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിൽ ഒരു പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും വലിയ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നുണ്ട്. NCPയുടെ പിളർപ്പത്തിൽ ഞാനൊന്ന് മനസ്സിലാക്കിയ ഒരു സംഭവം ശരത് പവാർ വലിയ ഡാമേജ് എന്ത് സംഭവിച്ചാലും വലിയ ഡാമേജ് ഉണ്ടാകാത്ത തരത്തിൽ അവിടെയും ഡീൽ ചെയ്യാൻ BJPയെ സംബന്ധിച്ചായിട്ടുണ്ട്. അല്ല, നേരത്തെ ഞാൻ പറഞ്ഞു കേട്ടിരുന്നത് അവിടുത്തെ മാധ്യമപ്രവർത്തകരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിരുന്നത് ശരത് പവാർ ഉൾപ്പെടെ NDAയിലേക്ക് വരാനുള്ള ഒരു ചർച്ച നടത്തി അതിൻ്റെ ഒരു ഘട്ടം വരെ അതൊക്കെ മുന്നോട്ട് പോയി എന്നാണ്. പിന്നെ അതിൻ്റെ ബാക്കി ആണ് ഈ പകുതി ആളുകൾ പകുതി മനസ്സും പിന്നെ സുപ്രിയ സുലെയെ പോലുള്ളവർക്ക് അത് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും എന്നാൽ മറ്റു ചിലർക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്ത് അങ്ങനെ പോകും. പിന്നെ ഒരു അലൈ ശിവസേനയാണ്. ശിവസേനയുടെ രാഷ്ട്രീയം ഇന്ത്യ അലയൻസുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയമേ അല്ല. അവർക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായും അത് BJPയെയോ BJP മുൻ നേതൃത്വം നൽകുന്ന NDAയോ വിട്ട് മാറി ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു നേതാവിൻ്റെ അഭാവം എല്ലാ അനലിസ്റ്റുകളും ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു നേതാവിനെ എടുത്തു കാട്ടാനില്ല എന്നത്. ഇന്നലെ കേജ്രിവാൾ സ്വന്തം നിലയിൽ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ത്യ മുന്നണിക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരൊരു വലിയ ശക്തിയായി മാറിയാൽ വരാൻ പോകുന്ന ചില സൂചനകൾ കൂടിയാണ് അല്ലേ? അല്ല, സ്വാഭാവികവും ഒരു കാര്യം നമുക്കിതിൽ വ്യക്തമാകാൻ പ്രതിസന്ധിയുടെ വലിയ സൂചനകൾ. അതായത് കേജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആ പ്രതീക്ഷിച്ച നേട്ടം, ഇപ്പോൾ അവർ നിയമസഭയിൽ കാണിച്ചതുപോലെയുള്ള നേട്ടം, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ ജോർജ് കള്ളിവേലിൽ പറഞ്ഞതുപോലെ ഉള്ളൊരു നേട്ടം, അവർ 2 ഇതായിട്ടാണല്ലോ മത്സരിക്കുന്നത്. കോൺഗ്രസിനും അവിടെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി ആ മുന്നണിക്ക്, ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിലൊരു 4 സീറ്റൊക്കെ ജയിക്കാൻ കഴിഞ്ഞാൽ അത് ഒരു അപായ സൂചന തന്നെയാണ് BJP സംബന്ധിച്ചുള്ളത്. കാരണം കോൺഗ്രസിൻ്റെ പതനത്തിൽ മറ്റൊരു ദേശീയ നേതാവ് ഉരുത്തിരിഞ്ഞു വരുന്നു എന്നതിൻ്റെ ആദ്യ സൂചന. ഇന്ത്യ മുന്നണിയിലും അത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഗ്യാരണ്ടി സ്വന്തം നിലയിൽ അത് ആലോചിക്കാൻ പറ്റിയില്ല എന്നൊക്കെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് കേജ്രിവാൾ പറയുന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു സ്വന്തം നിലയിലുള്ള ഗ്യാരണ്ടി പ്രഖ്യാപനത്തിലൂടെ മുന്നണിയിൽ ഞാനാണ് മുമ്പൻ എന്ന ഒരു സൂചന കൂടി തരുന്നില്ലേ കേജ്രിവാൾ? സ്വാഭാവികമായി അങ്ങനെയുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ പിന്നെ ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗങ്ങളിലൊക്കെ
രാഹുൽ ഗാന്ധിയെ പ്രൊജക്റ്റ് ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് അന്ന് യോജിച്ചു നിന്നത് മമതാ ബാനർജിയാണ്. പക്ഷേ ഇടത് ചേരിക അന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിക്കാറായിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യവും ഇപ്പോൾ ഇല്ല എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും കെജ്രിവാൾ ആ നയം ഒക്കെ സ്വീകരിച്ചിരുന്നു. ഇനി അത് ഈ കെജ്രിവാളും വോട്ടർമാരോട് എന്ത് പറയുമെന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. കാരണം കോൺഗ്രസിനെ മുഴുവൻ അഴിമതിക്കാരെന്ന് വിശേഷിപ്പിച്ച് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് മാക്കാനെ പോലുള്ളവർ പത്രക്കുറിപ്പ് ഇറക്കിയ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇനി അവരൊക്കെ ഒരുമിച്ചാണ് എന്ന് പറഞ്ഞ് ഈ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? അതാണ് ഒരു തീർച്ചയായും. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇനി 5ാം ഘട്ടത്തിലേക്കാണ് പോക്ക്. അതിനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ പ്രചാരണം ഉച്ചസ്ഥായിലായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി ഇന്ന് യു-പിയിൽ വലിയ റോഡ് ഷോ നടത്തി. നാളെ അദ്ദേഹം വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ കൂടുതൽ വലിയ മത്സരങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇനിയുള്ള ഘട്ടങ്ങളും വലിയ പ്രാധാന്യമുള്ളതാക്കുകയാണ്. നമുക്ക് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെയിൽ ഇനി നാളെ കാണാം. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS Lude, Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നൽകുന്ന